പരിശുദ്ധ റമദാനിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും പ്രതിഫലം അറിയിക്കാത്തതുമായ ഇബാദത്താണ് ഇഅ്തികാഫ്. ഇഅ്തികാഫിന് എന്താ കൂലി എന്ന് സ്വഹീഹായ ഒരു ഹദീസിലും ഇല്ല, ദഈഫായ ഹദീസിലും ഇല്ല. റമദാനിലെ നോമ്പിൻ്റെ കൂലി നമ്മൾ പറഞ്ഞല്ലോ, രാത്രി നിസ്കരിച്ചാലുള്ള കൂലി. ഖുർആൻ ഓതിയാൽ യഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, ആഖിറത്തിൽ ഖുർആൻ ഓതിയ ഖുർആൻ ഷഫീഅത്ത് ഷഫാഅത്ത് ചെയ്യാൻ വരുന്ന, അതെൻ്റെ ഒരു മെച്ചാണ്. ഇഅ്തികാഫ് ഇരുന്ന എന്താ മെച്ചം? ഒരു ഹദീസിലുമില്ല, ഒരായത്തിലുമില്ല. ഒരു ദഈഫായ ഹദീസെങ്കിലും അങ്ങനെയില്ല. ഇഅ്തികാഫ് ഇരുന്നതിൻ്റെ മെച്ചം എന്താണെന്നില്ല. ആ കയ്യിലുള്ള കാര്യം എന്താണ്? ഒന്ന് അള്ളാഹ് ഖുർആനിൽ ഇഅ്തികാഫിൻ്റെ മസ്അല പറഞ്ഞു, ഈ നോമ്പിൻ്റെ മസ്അല പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് റിപ്പോർട്ട് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. റസൂലിനെ കുറിച്ച് പറഞ്ഞ ഹത്താ തൂഫിയ, റസൂലുള്ള വഫാത്താവുന്നത് വരേക്കും ഇഅ്തികാഫ് ഇരുന്നു എന്നാണ്. അതിനുശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരിക്കുന്നത് തുടർന്നു. റസൂൽ തൻ്റെ ഭാര്യമാരുടെ പ്രത്യേകത, സാധാരണ ഒരു പെണ്ണിൽ നിന്ന് വ്യത്യസ്തമായി അന്യപുരുഷനോട് സംസാരിക്കുമ്പോൾ മറ സ്വീകരിക്കൽ പ്രത്യേകം വാജിബുള്ള പെണ്ണുങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ. സാധാരണ പെണ്ണിൽ നിന്ന് വ്യത്യസ്തമായി അന്യപുരുഷനോട് ആവശ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലും മറ സ്വീകരിക്കൽ പ്രത്യേകം നിർദ്ദേശമുള്ളവരാ. ഓര് വല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങൂല. അവർ ഇഅ്തികാഫിന് പള്ളിക്ക് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എന്താണ് ഇപ്പോൾ ഇവർക്ക് ഈ ഇഅ്തികാഫിന് വരാൻ മാത്രം? അതിനെന്തോ ഉണ്ട് എന്നാണ്, അതിന് എന്തോ ഒരു സംഭവമുണ്ട് എന്നാണ്. ആ സംഭവത്തിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഹറൗ ലൈലത്തുൽ ഖദർ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, റമദാന്റെ അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. അത് പള്ളിയിൽ ഇരുന്ന് കണ്ടാവട്ടെ, അത് പള്ളിയിൽ നിന്നുള്ള ഇബാദത്തുകളിലൂടെ ആവട്ടെ എന്ന ഒരു ശൈലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സഹാബത്ത് പിടിച്ചെടുത്തത്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇഅ്തികാഫ് ഒരു ആവേശമാണ്, ഒരാവേശമാവേണ്ടതാണ്. ആ അവസാനത്തെ 10 ആണുങ്ങളെങ്കിലും പള്ളിയിൽ ആവേശത്തോടു കൂടി വരണം, ഇഅ്തികാഫ് ഇരിക്കണം. അതിൻ്റെ പരിപൂർണ രൂപം എന്ന് പറയുന്നത് ഒരാള് 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കലാണ്. 21-ാം രാവിന് ആ മഗ്‌രിബിനാണ്ട് കയറി വന്ന് പിന്നെ ശവ്വാൽ അമ്പളി ഉദിക്കുന്നത് വരെ അയാൾ 10 ദിവസം ആ പള്ളിയിൽ കൂടലാണ്. ആ ഇഅ്തികാഫിൻ്റെ പരിപൂർണ രൂപം ആവും പകലൊക്കെ അവിടെ തന്നെ. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗി, ആ രോഗിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് ആശങ്ക ഉള്ളവരുണ്ടാവും. അതിന് നേരത്തെ ഇഅ്തികാഫ് മുടക്കണ്ട. ഇഅ്തികാഫിക്ക് കയറുമ്പോഴേ ആ നിയ്യത്ത് വെച്ചാൽ മതി. എന്ത്, ഇന്ന രോഗിക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ ആപത്തോ വരുമെന്നാണെങ്കിൽ അതിന് ഞാൻ പുറത്തിറങ്ങും എന്ന ഷർത്തോടെ ഇഅ്തികാഫ് വെക്കാം. അതിപ്പോൾ ഈ ഹജ്ജിന് പോകുമ്പോൾ ഹൈദ് പേടിക്കുന്ന, അങ്ങനെ ബുദ്ധിമുട്ട് രോഗം പേടിക്കുന്ന ആളുകൾക്കൊക്കെ ഇഹ്റാമിൻ്റെ സമയത്താണ് ഷർത്ത് വെക്കുക. എന്ത്, എനിക്ക് എവിടെയാണോ എൻ്റെ രോഗം അല്ലെങ്കിൽ എൻ്റെ ഹൈദ് തടയുന്നത് അവിടെ ഞാൻ തഹല്ലുലാവുന്ന ഷർത്ത് നേരത്തെ വെച്ചാൽ പിന്നെ ഓർക്ക് കഫാറത്തൊന്നുമില്ല. നേരത്തെ ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഫാറത്തില്ല എന്ന പോലെ വരെ ഇഅ്തികാഫ് മുറിയൂല. എന്തുകൊണ്ട്? നേരത്തെ. അപ്പം അങ്ങനെയുള്ള ആശങ്കകൾക്ക് നേരത്തെ എന്ത് ചെയ്യണമെന്നില്ല, ഇഅ്തികാഫ് മുടക്കണമെന്നില്ല. ആ സമയത്താണ്ട് ഇറങ്ങിപ്പോയാലും അത് മൂത്രയിക്കാൻ വേണ്ടി പുറത്തിറങ്ങണീൻ്റെ വിധിയാണ്. അയാളെ സംബന്ധിച്ച് അയാൾ ഇഅ്തികാഫ് മുറിഞ്ഞു എന്ന് പറയില്ല. അതേസമയം അങ്ങനെ പ്ലാൻ ഇല്ലാത്തൊരാളെ സംബന്ധിച്ച് അയാൾ ഇഅ്തികാഫിൻ്റെ വിഷയത്തിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഇഅ്തികാഫ് മുറിഞ്ഞു എന്ന് പറയും. അപ്പോൾ ഇഅ്തികാഫ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. റമദാൻ 30 ഒരാൾക്ക് വേണമെങ്കിൽ ഇഅ്തികാഫ് ഇരിക്കാം, റമദാൻ അല്ലാത്ത സമയത്തും ഇഅ്തികാഫ് ഇരിക്കാം. പക്ഷെ അതിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി ഇഅ്തികാഫ് ഇരുന്നത് റമദാനിൻ്റെ അവസാനത്തെ 10. ആദ്യ റസൂലുള്ള ആദ്യ 10 ഇരുന്നിരുന്നു, പിന്നെ 2-ാം 10-ലാക്കി. പിന്നെ അള്ളാഹു പ്രത്യേകം അറിയിച്ചത് അവസാന 10-ലാണ് ലൈലത്തുൽ ഖദർ എന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 ഇരുന്നു. ഒരിക്കൽ റസൂലുള്ള ശവ്വാലിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ അറിയിക്കുന്നത് ഇഅ്തികാഫ് എപ്പോഴും പറ്റും, പക്ഷെ അതിൽ ഏറ്റവും അഫ്ളലായ സമയം റമദാൻ്റെ അവസാനത്തെ 10. അപ്പോൾ ഒരാൾക്ക് വീടുമില്ല, കുടിയില്ല, ഒന്നുമില്ല, ഏതോ അന്യ നാട്ടിൽ താമസിക്കാണ്, റമദാനിൽ ഒഴിവാണ്, ഞാൻ നാട്ടിലേക്ക് പോകണില്ല, അയാൾക്ക് 30 ദിവസം പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഖൈറ്. അയാൾക്ക് വേറെ തടസ്സം. ഇപ്പം ഹറമിലൊക്കെ പോയാൽ ചിലപ്പോൾ 30 ദിവസം ഇഅ്തികാഫിന് ഇഹ്റാം കെട്ടും പിന്നെ അതിന് നിയ്യത്താക്കുന്നവരുണ്ട്. അത് അനുവദനീയമാണ്. അയാൾക്ക് വേറെ എവിടെ പോവാനില്ല, അയാൾ ആകെ ഹറമക്ക് വന്നതാണ്.
എങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതിന് പകരം ആ ഹറമിൽ ഇഅ്തികാഫിന് അയാൾക്ക് കഴിയുമെങ്കിൽ അത് ഖൈറാണ്. ഇനി ഹറമിലൊന്നുമല്ല, നമ്മളെ നാട്ടിലാണ്, ആ 30 വേറെ ഏർപ്പാടൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് 30 ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റിയാൽ അത് ഖൈറാണ്. അത് കഴിയില്ലെങ്കിൽ ഒരാൾക്ക് 10 ദിവസം പറ്റുമോ നോക്കാം. അതിന് പറ്റൂലെങ്കിൽ എപ്പോഴാണ് പറ്റുക? അപ്പൊ രാത്രിയിലൊക്കെ പറ്റും എങ്കിൽ രാത്രിയിലേക്ക്